അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 10ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ 4ാം പാഠം. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും അതിനുശേഷം തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങളും കൂടി മനസ്സിലാക്കാം. പാഠഭാഗങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. പാഠഭാഗത്തിലേക്ക് കടക്കാം. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അസ്സലാത്തു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഫ്ളലിൽ അഅ്മാൽ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ആരാധനാ പ്രവർത്തനങ്ങളിൽ അതിശ്രേഷ്ഠമായവയിൽപ്പെട്ടതാണ്. കഫാ ദലീലൻ അലൈഹി ഖൗലുഹു തആല. അതിനു തെളിവായി അത്യുന്നതനായ അള്ളാഹുവിൻ്റെ ഈ വചനം തന്നെ മതിയാകുന്നതാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു അനുഗ്രഹം വർഷിക്കുന്നു, മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസികളെ, നബിക്ക് അനുഗ്രഹ സമാധാന വർഷത്തിനായി നിങ്ങളും പ്രാർത്ഥിക്കുവീൻ. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്താണിത്. വസ്സലാത്തു മിനല്ലാഹി അർ റഹ്മത്തുൽ മഖറൂനത്തു ബിത്തഅലീമി. അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് മഹാത്മ്യവുമായി ബന്ധപ്പെട്ട കാരുണ്യ വർഷമാണ്. വമിൻ ഗൈരിഹി അദ്ദുആഹു. മറ്റുള്ളവരിൽ നിന്നുള്ളതാവട്ടെ അനുഗ്രഹ പ്രാർത്ഥനയുമാണ്. വലിസ്വലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫവായിദു കസീറത്തുൻ വമനാഫിയു അദീദത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന് ധാരാളം പ്രയോജനങ്ങളും എണ്ണമറ്റ ഗുണഫലങ്ങളുമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്വലാത്ത് എൻ്റെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ അത് കാരണമായി അള്ളാഹു അവൻ്റെ മേൽ 10 അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുന്നതാണ്. വതുഗ്ഫറു ദുനൂബുൽ മുസല്ലീൻ വതുർഫഉ ദറജാതുഹും. സ്വലാത്ത് ചൊല്ലുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ല അലയ്യ ഉമ്മത്തി സ്വലാത്തൻ മുഖ്ലിസൻ മിൻ ഖൽബിഹി സ്വല്ലല്ലാഹു അലൈഹി അശറ സ്വലവാത്ത്. നല്ല ഹൃദയത്തോടുകൂടി അഥവാ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി എൻ്റെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് കാരണമായി അള്ളാഹു അവന് 10 അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. വറഫഅഹു ബിഹാ അശറ ദറജാത്ത്. അത് കാരണം 10 സ്ഥാനങ്ങൾ അള്ളാഹു ഉയർത്തുന്നതാണ്. വകതബലഹു ബിഹാ അശറ ഹസനാത്ത്. അത് കാരണമായി 10 നന്മകൾ അവന് എഴുതുന്നതാണ്. വമഹാ അൻഹു ബിഹാ അശറ സയ്യിആത്ത്. അത് കാരണമായി 10 തിന്മകൾ അവനിൽ നിന്ന് മായ്ച്ചു കളയുന്നതാണ്. وتبلغ صلاتنا إلى حبيبنا صلى الله عليه وسلم حين نصلي. നമ്മുടെ സ്വലാത്ത് നാം ചൊല്ലുന്ന സമയത്ത് തന്നെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൈസുമാ കുന്തും ഫസല്ലു അലയ്യ. നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ. ഫഇന്ന സ്വലാത്തക്കും. തീർച്ചയായും നിങ്ങളുടെ സ്വലാത്തുകൾ തബ്ലുഗ്നി. അത് എനിക്ക് എത്തുന്നതാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വക്കല ബിഖബ്രി മലക്കൻ അഅതാഹുല്ലാഹു അസ്മാഅൽ ഖലായിഖി ഫലാ യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇല്ലാ അബ്ലഗനി ബിസ്മിഹി വസ്മി അബീഹി ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സ്വല്ല അലൈക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വക്കല. തീർച്ചയായും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്.
ബി ഖബരി, എൻ്റെ ഖബറിൽ മലക്കൻ, ഒരു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആയത്ത അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ് അസ്മാ അൽ ഖലായിഖി, സൃഷ്ടികളുടെ എല്ലാ സൃഷ്ടികളുടെയും പേരുകളെ. ഫലാ യുസല്ലി അലയ്യ അഹദുൻ, ഏതെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നില്ല, ഇലാ യൗമിൽ ഖിയാമത്തി, അന്ത്യനാൾ വരെ, ഇല്ലാ അബ്ലഗനി ബിസ്മിഹി വസ്മി അബീഹി, അവൻ്റെയും അഥവാ സ്വലാത്ത് ചൊല്ലിയവൻ്റെ പേരും അവൻ്റെ പിതാവിൻ്റെ പേരും എനിക്കെത്തിച്ചിട്ടല്ലാതെ സ്വലാത്ത് ചെല്ലുന്നില്ല. അഥവാ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ പേരും അവൻ്റെ പിതാവിൻ്റെ പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ്, എത്തിച്ചു കൊടുക്കുന്നതാണ്. എങ്ങനെയാണ്? ഹാദാ ഫുലാനുബിനു ഫുലാൻ, ഇന്നാലിന്നവൻ്റെ മകനായ ഇന്നാലിന്നവൻ ഖദ് സ്വല്ലാ അലൈക, നബിയെ അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു തീർച്ചയായും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫഅക്സിറു അലയ്യ മിനസ്വലാത്തി ഫീഹി, അതിനാൽ എൻ്റെ മേലിൽ അതിൽ അഥവാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുവിൻ. ഫഇന്ന സ്വലാത്തക്കും മഅറൂളത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകളൊക്കെ എനിക്ക് വെളിവാക്കപ്പെടുകയാണ്. ഖാലു, സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വകൈഫ തുഅറളു സ്വലാത്തുനാ അലൈക വഖദ് അറംത, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങ് വഫാത്തായി ദ്രവിച്ച് മണ്ണായാൽ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് കാണിക്കപ്പെടുന്നത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിവാക്കപ്പെടുന്നത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, ഞങ്ങളുടെ തീർച്ചയായും പ്രവാചക ശരീരങ്ങൾ ദ്രവിപ്പിക്കൽ അള്ളാഹുവിന്, അത് മണ്ണിനോട് ദ്രവിപ്പിച്ച് വെക്കുക എന്നുള്ളത് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഹറമ അലൽ അർളി, ഭൂമിയുടെ മേലിൽ നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അജ്സാദൽ അംബിയായി, പ്രവാചകന്മാരുടെ ശരീരങ്ങൾ, അഥവാ പ്രവാചകന്മാരുടെ ശരീരങ്ങൾ മണ്ണ് തിന്നുകയില്ല എന്നർത്ഥം. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖീലു, ഏറ്റവും വലിയ പിശുക്കൻ, മൻ, ചിലരാണ്, ദുക്കിർത്തു ഇൻദഹു, അവൻ്റെ അടുത്ത് എന്നെ പറയപ്പെട്ടിരിക്കുന്നു, ഫലം യുസല്ലി അലയ്യ, അവൻ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുമില്ല. അങ്ങനെയുള്ളവനാണ് ഏറ്റവും വലിയ ബഖീൽ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പഠന പ്രവർത്തനം നമുക്ക് നോക്കാം. അജിബ്, ഉത്തരം നൽകാം. അതാണ് പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. ചോദ്യം 1, അസ്വലാത്തു മാഹിയ, സ്വലാത്ത് എന്നാൽ എന്താണ്? ഉത്തരം, അസ്വലാത്തു മിനല്ലാഹി അർറഹ്മത്തുൽ മഖറൂനത്തു ബിത്തഅലീമി വമിൻ ഗൈരിഹി അദ്ദുആഉ, അല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്ത് മഹാത്മ്യവുമായി ബന്ധപ്പെട്ട കാരുണ്യമാണ്, മറ്റുള്ളവരുടേത് അനുഗ്രഹ പ്രാർത്ഥനയുമാണ്. ചോദ്യം 2, വലിസ്വലാത്തി ഫവായിദുൻ ഉക്തുബ് സലാസത്തം മിൻഹ, സ്വലാത്തിൻ്റെ പ്രയോജനങ്ങൾ ഒരുപാടുണ്ട്, അതിൽ നിന്ന് 3 എഴുതുക. ഉത്തരം, തുഗ്ഫറു ദുനൂബുൽ മുസല്ലീന വതുർഫഉ ദറജാതുഹും വകതബ ലഹു ബിഹാ 10 ഹസനാത്ത് വമഹാ അൻഹു ബിഹാ 10 സയ്യിആത്ത്, സ്വലാത്ത് ചൊല്ലുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, അവരുടെ ദറജകൾ അള്ളാഹു ഉയർത്തപ്പെടും, അത് കാരണമായി 10 നന്മകൾ എഴുതപ്പെടും, അത് കാരണമായി 10 തിന്മകൾ മായ്ച്ചു കളയും. ചോദ്യം 3, മതാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, പ്രവാചക ദേഹങ്ങൾ ദഹിപ്പിക്കൽ ഭൂമിക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ടെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം, ഖാലു യാ റസൂലല്ലാഹ് വകൈഫ തുഅറളു സ്വലാത്തുനാ അലൈക
وقد أرمت قال إن الله حرم على الأرض أجساد الأنبياء. ഞങ്ങളുടെ സ്വലാത്ത് അങ്ങയുടെ വഫാത്തിനു ശേഷം അങ്ങേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതെങ്ങനെയെന്ന് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തർജിം, പരിഭാഷപ്പെടുത്തുക. 1. ഹൈസുമാ കുന്തും ഫസല്ലു അലയ്യ ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗുനി. നിങ്ങൾ എവിടെയായിരുന്നാലും എനിക്ക് സ്വലാത്ത് ചൊല്ലുക, നിങ്ങളുടെ സ്വലാത്ത് എന്നെ അറിയിക്കപ്പെടുന്നത് തീർച്ച, അല്ലെങ്കിൽ എത്തിക്കപ്പെടുമെന്നത് തീർച്ച. 2. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ഒരുവൻ്റെ അടുക്കൽ എന്നെ പറയപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് പിശുക്കൻ. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കമ്മിൽ, പൂരിപ്പിക്കുക. മൻ സ്വല്ല അലയ്യ ഡേഷ് സയ്യിആത്ത്. അതിൻ്റെ പൂർണ്ണരൂപം മൻ സ്വല്ല അലയ്യ മിൻ ഉമ്മത്തി സ്വലാത്തൻ മുഖ്ലിസൻ മിൻ ഖൽബിഹി സ്വല്ലല്ലാഹു അലൈഹി ബിഹാ 10 സ്വലവാത്ത് വറഫഅഹു ബിഹാ 10 ദറജാത്ത് വകതബ ലഹു ബിഹാ 10 ഹസനാത്ത് വമഹാ അൻഹു ബിഹാ 10 സയ്യിആത്ത്. പഠന പ്രവർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉക്തുബിൽ മായന, അർത്ഥം എഴുതുക. തഅലീം, ബഹുമാനിക്കൽ അല്ലെങ്കിൽ ആദരിക്കൽ. ഫവായിദ്, പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ. അദീദത്തുൻ, എണ്ണമറ്റ. അജ്സാദ്, ദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരങ്ങൾ. ഒന്നുകൂടി പറയാം. ഉക്തുബിൽ മായന, തഅലീം, ബഹുമാനിക്കൽ അല്ലെങ്കിൽ ആദരിക്കൽ. ഫവായിദ്, പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ. അദീദത്തുൻ, എണ്ണമറ്റ. അജ്സാദ്, ദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരങ്ങൾ. പാഠഭാഗങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങളൊക്കെ അറബിയിൽ തന്നെ നോട്ട് പുസ്തകത്തിൽ എഴുതി പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.